ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിലെ 78-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഏകോനത്രിംശോऽധ്യായः. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ വചോऽസ്മാഭിർന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വ്യനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാ ഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായത്തെ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ യദാധിഗൃച്ഛൻ പുരുഷ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താം ഖ്രി തത്രാമനുതസാധ്വിതി ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരഗഃ ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാഃ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാതി യസ്തദിന്ദ്രിയസംയുതഃ അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാഃ. ദക്ഷിണകർണ ഉത്തരാചോത്തരസ്മൃതഃ പശ്ചിമേത്യധോദ്വാരൗ ബുധം ശിശ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീ നാസേ ഗന്ധ സൗരഭ ഉച്യത്തെ ഘ്രാണോ അവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രസഃ ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹുർദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃതഃ. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംജ്ഞിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. ആസുരീമേഢ്രമർവാഗ്വ്യാവ്യവായോ ഗ്രാമിണാം രഥി ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിരൃതിർഗുദൗച്യത്തെ വൈശസം നരകം പായുർ ലുബ്ധഗോന്ധൗ തു മേ ശൃണു ഹസ്തപാദൗ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഃ. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദൃഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യത്തെ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുരഃ മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീഡോ ദ്വന്ദ്വകൂപരഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂഥക. ആകൂതിർ വിക്രമോ ബാഹ്വ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശേന്ദ്രിയചമൂഃ പഞ്ചസൂനാ വിനോദകൃത്. സംവത്സരശ്ചണ്ഡവേഗക്കാലോ യേനോപലക്ഷിതഃ തസ്യാഹാനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രേ സ്മൃതാഃ ഹരന്ത്യായുഃപരിക്രാന്ത്യാ ഷഷ്ട്യുത്തരശതത്രയം. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്താം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ വനേശ്വരഃ. ആധയോ വ്യാധയസ്തസ്യ സൈനികായ വനാശ്ചരാ ഭൂതോപസർഗാശുരയഃ പ്രജ്വാരോ ദ്വിവിധോജ്വരഃ. ഏവം ബഹുവിധൈർദുഃഖൈർ ദൈവഭൂതാത്മസംഭവൈഃ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹീതമോവൃതഃ പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യധ്യാസ്യ നിർഗുണഃ ശേതേ കാമലവാൻ ധ്യായൻ മമാഹമിതി കർമ്മകൃത്. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേതാ ഗുണേഷു പ്രകൃതേഃ സ്വദൃക് ഗുണാഭിമാനീ സതദാ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായത്തെ. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാൻ ആപ്നോതി കർഹിച്ചിൽ ദുഃഖോദർക്കാൻ ക്രിയായാം സ്തമഃ ശോകോത്കടാൻ क्वचित् क्वचित् पुमान् क्वचिच्च स्त्री क्वचिन्नो भयस्तन्थदी
ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ ക്ഷുത്പരീതോ യഥാ ദീനസാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവചപഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാ പ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദസ്യാച്ചേത്തത്തത് പ്രതിക്രിയാ യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാः പ്രതിക്രിയാः. നൈകാന്തതഃ പ്രതീകാരകർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നെ സ്വപ്നെ ഇവാനഘ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നെ വിചരതോ യഥാ അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥപരം തപരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്തിയാ പരമയാ ഗുരൗ വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സദ്ഭ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. സോജിരാദേവരാജർഷേ സ്യാദച്യുതകഥാശ്രേയഃ ശൃണ്വത ശ്രദ്ധധാനസ്യ നിത്യദാ സ്യാദധീയത. യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭഗവത്ഗുണാനുകഥന ശ്രവണവ്യഗ്രചേതസഃ തസ്മിൻ മഹന്മുഖരിതാമധിഭിച്ചരിത്ര പീയൂഷശേഷസരിത പരിത സ്രവന്തി താ യേ പിബന്തി അവിതൃഷോ നൃപഗാഢകർണൈസ്താൻ സ്പൃശന്ത്യശനതൃഡ് ഭയശോകമോഹാഃ. ഏതൈ ഉപദ്രുതോ നിത്യം ജീവലോകം സ്വഭാവജൈഃ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. പ്രജാപതിപതി സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനു ദക്ഷാദയ പ്രജാധ്യക്ഷാ നൈഷ്ഠികാഃ സനകാദയ മരീചിരത്രാംഗിരസൗ പുലസ്ത്യ പുലഃ ക്രതു ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്ത ബ്രഹ്മവാദിനഃ അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിः പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തൗർവിസ്തരേ മന്ത്രലിംഗേർവ്യവച്ഛിന്നം ഭജന്തോ ന വിദുഃപരം. യദായമനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സ ജഹാതിമതിം ലോകേ വേദേ ച പരിനിഷ്ഠിതം. തസ്മാത് കർമ്മസു ബർഹിഷ്മന്ന ജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കൃഥാ ശ്രോതസ്പർശിഷ്വസ്പൃഷ്ടവസ്തുഷു. സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോദ്വേദം സകർമ്മകമക അതദ്വിദം. ആസ്തീരദർഭൈഃ പ്രാഗഗൃഹീകാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വതാത്മാനി കർമ്മനാവൈഷിയൽപരം തത്കർമ്മ ഹരിദോഷം യത് സാ വിദ്യാ തന്മതിർയയാ. ഹരിർദേഹഭൃതാവ ആത്മാ സ്വയം പ്രകൃതിരീശ്വരഃ തത്പാദമൂലം ശരണം യതഃ ക്ഷേമോ നൃണാമിഹ സ വൈ പ്രിയതം ആത്മാത്മാ സ വൈ പ്രിയതമശ്ചാത്മാ യതോ ന ഭയമണ്വപി ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരിഃ. നാരദ ഉവാച പ്രശ്നേ ഏവം ഹി സംഛിന്നോ ഭവത പുരുഷർഷഭ അത്ര മേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡാംഘ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ വൃകാനസുതൃപോ വിഗണയ്യ യാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധകബാണഭിന്നം. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനിം ചചിത്തേ ജഹ്യംഗനാശ്രമമസത്തമയൂഥഗാതം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദാ ഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായാഃ കിം ന ബ്രൂയുർവിദുര്യതി. സംശയോऽത്ര തു മേ വിപ്ര സംഛിന്നസ്തൽകൃതോ മഹാൻ ഋഷയോऽപി മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയഃ
കർമ്മണ്യാരഭതേയേന പുമാനിഹ വിഹായ തം അമുത്രാന്യേന ദേഹേന ജുഷ്ടാനി സ യദശ്നുതേ ഇതി വേദവിദാം വാദ ശ്രൂയത്തെ തത്ര തത്ര കർമ്മ യൽക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. നാരദ ഉവാച ഏനൈവാരഭതേ കർമ്മ തേനൈവാമുത്രതൽ പുമാൻ ഭുങ്ക്തേ ഹ്യവ്യവധാനേന ലിംഗേന മനസാ സ്വയം. ശയാനം ഇവമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ. മമൈതേ മനസാ യദ്യത് അസാവഹമിതി ബ്രുവൻ ഗൃഹീയാത്തൽ പുമാൻ രാധം കർമ്മയേന പുനർഭവഃ. യഥാനുമീയതേ ചിത്തം ഉഭയൈരിന്ദ്രയൈ ഹിതൈഃ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യത്തെ ചിത്തവൃത്തിഭിഃ. നാനുഭൂതം ക്വചാനേനാദേഹേനാദൃഷ്ടമശ്രുതം കദാചിദുപലഭ്യേതാ യദ്രൂപം യാദൃഗാത്മനി തേനാസ്യതാദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാൻ അനുഭൂതോർത്ഥോ ന മനഃസ്പൃഷ്ടുമർഹതി. മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതഃ. അദൃഷ്ടമശ്രുതം ജാത്ര ക്വചിന്മനസി ദൃശ്യത്തെ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. സർവേ ക്രമാനുരോധേന മനസിന്ദ്രിയഗോചരാः ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാः. സത്വൈകനിഷ്ഠേ മനസി ഭഗവത്പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസീ വേദമുപരജ്യാവഭാസതേ. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയത്തെ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. സുപ്തിമൂർച്ഛോപദാപേഷു പ്രാണായന വിഘാതക്തഃ നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാലയോരപി. ഗർഭേ ബാലേപ്യപൗഷ്കല്യാദേകാദശവിധം തദാ ലിംഗം ന ദൃശ്യത്തെ യൂനഃ കുഹ്വാം ചന്ദ്രമസോ യഥാ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. ഏവം പഞ്ചവിധം ലിംഗം ഷോഡശവിസ്തൃതം ഏഷ ചേതനയാ യുക്തോ ജീവ ഇത്യഭിധീയത്തെ. അനേന പുരുഷോ ദേഹാൻ ഉപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന വിന്ദതി. യഥാ തൃണജലൂഗേയം നാപയാത്യപയാതി ച നത്യജേന്മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ജനഃ യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം. മനയേവ മനുഷ്യേന്ദ്രഭൂതാനാം ഭവഭാവനം. യദാക്ഷേശ്ചരിതാൻ ധ്യായൻ കർമാണ്യാജിനുദേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധകർമ്മണ്യ അനാത്മനഃ. 78ാമത്തെ ശ്ലോകം. ഇനി 79ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. അതസ്തദപവാദാർത്ഥം ഭജസ്സർവാത്മനാ ഹരിം പശ്യംസ്തദാത്മകം വിശ്വം സ്ഥിത്യുത്പത്യപ്യയായതഃ. അതസ്തദപവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം പശ്യംസ്തദാത്മകം വിശ്വം സ്ഥിത്യുത്പത്യപ്യയായതഃ. അപ്പം അതുകൊണ്ട് ആ കർമ്മബന്ധത്തിൽ നിന്നും നമ്മൾ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് അധസ്തത് അപവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം. ആ ലോകമാകമാനം ആ ഭഗവന്മയമായിട്ട് സ്ഥിതി സൃഷ്ടി സംഹാരങ്ങൾ പശ്യസ്തദാത്മകം വിശ്വം സ്ഥിത്യുൽപത്യപ്യയായത. ആ സൃഷ്ടി സംഹാരം യാതൊരാളിൽ നിന്നോ എന്ന് കണ്ടുകൊണ്ട് ആ ഹരിയെ സർവാത്മന സർവഭാവേനയും ഭജിച്ചു കൊള്ളുക നാം. അധസ്തദപവാദാർത്ഥം. അപ്പം ഇതിൽ നിന്നും നമ്മൾ ആ കർമ്മബന്ധത്തിൽ നിന്നും മോചിതനാവാൻ വേണ്ടിയിട്ട് ഭജ സർവാത്മന ഹരിം
ഹരിയെ സർവാത്മനാ ഭജിക്കണമെന്ന്. പശ്യംസ്തദാത്മകം വിശ്വം, എല്ലാറ്റിലും ആ ഭഗവന്മയമായിട്ട് കണ്ടിട്ട്, എല്ലാറ്റിലെയും ആത്മാവായിട്ട് ഭഗവാനെ കണ്ടിട്ട് ആ വിശ്വം സ്ഥിത്യുൽപത്യപ്യയായത, ആ വിശ്വത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അത് യാതൊരാളിൽ നിന്നാണോ ഉണ്ടാവുന്നത് ആ ഹരിയെ കണ്ടുകൊണ്ട് ആ ഹരിയെ സർവാത്മനാ സർവഭാവേനയും ഭജിച്ചുകൊള്ളുക. അതസ്തദ് അപവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം പശ്യസ്തത് ആത്മകം വിശ്വം സ്ഥിത്യുൽപത്യപ്യയായത. പോലത്തെ പദങ്ങൾ അതഹ ആകയാൽ, തദ് അപവാദാർത്ഥം ആ കർമ്മബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കാൻ, വിശ്വം ലോകമാകമാനം തദാത്മകം ഭഗവന്മയമായിട്ട് സ്ഥിത്യുൽപത്യപ്യയാഹ സ്ഥിതി സൃഷ്ടി സംഹാരങ്ങൾ യതഃ യാതൊരാളിൽ നിന്നോ പശ്യൻ എന്ന് കണ്ടുകൊണ്ട് തം ഹരിം ആ ശ്രീഹരിയെ സർവാത്മന സർവഭാവേനയും ഭജിച്ചുകൊള്ളുക. ഒന്നും കൂടി പറയാം. അതഹ ആകയാൽ തദപവാദാർത്ഥം ആ കർമ്മബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് വിശ്വം ലോകമാകമാനം തദാത്മകം ഭഗവന്മയമായിട്ട് സ്ഥിത്യുൽപത്യപ്യയാഹ സ്ഥിതി സൃഷ്ടി സംഹാരങ്ങൾ യതഃ യാതൊരാളിൽ നിന്നോ പശ്യൻ എന്ന് കണ്ടുകൊണ്ട് തം ഹരിം ആ ഹരിയെ ശ്രീഹരിയെ സർവാത്മന സർവഭാവേനയും ഭജിച്ചുകൊള്ളുക. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് അതഃ തദപവാദാർത്ഥം വിശ്വം തദാത്മകം സ്ഥിത്യുൽപത്യപ്യയാഹ യതഃ പശ്യൻ തം ഹരിം സർവാത്മന ഭജ. എന്നും കൂടി പറയാം. അതഃ തദപവാദാർത്ഥം വിശ്വം തദാത്മകം സ്ഥിത്യുൽപത്യപ്യയാ യതഃ പശ്യൻ തം ഹരിം സർവാത്മന ഭജ. ആകയാൽ ആ കർമ്മബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ലോകമാകമാനം ഭഗവന്മയമായിട്ട് ആ സ്ഥിതി സൃഷ്ടി സംഹാരങ്ങൾ എന്നിവ യാതൊരാളിൽ നിന്നോ ഉണ്ടാവുന്നത് എന്ന് കണ്ടുകൊണ്ട് ആ ഹരിയെ ശ്രീഹരിയെ സർവഭാവേനയും ഭജിച്ചുകൊള്ളുക. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് കർമ്മങ്ങളിൽ വ്യാപരിക്കുകയാണ് നമ്മളുടെ ലിംഗദേഹം. അങ്ങനെ ആ കർമ്മവാസനയും അതിന് കാരണമായിരിക്കുന്ന അവിദ്യയും നശിക്കുന്നില്ല. അങ്ങനെ ആ ശരീരത്തിൻ്റെ ആ കർമ്മം തൻ്റേതെന്ന് അഭിമാനിച്ച് ആ കർമ്മബന്ധ വിമുക്തി ലഭിക്കാതെ ആ സംസാരത്തിൽ ഉഴലുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ട് എപ്പോഴും ആ ശ്രീഹരിയെ ഭജിക്കുക, ലോകത്തെ ഈശ്വരമയമായിട്ട് വീക്ഷിക്കുക. ശ്രീഹരിയിങ്കൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും ഉൽപ്പത്തിയും ഭംഗവും എന്ന് ഉറച്ചു വിശ്വസിക്കുക. സംസാരബന്ധം മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടുള്ളതാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ അതിന് പരിഹാരം എന്തെന്ന് നിർദ്ദേശിക്കുകയാണ്. മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക, എല്ലാം ഈശ്വരമയമായി കാണുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെ ഭൗതിക ചിന്തകളിൽ നിന്നും മനസ്സ് വിമുക്തമായാൽ സംസാരബന്ധം താനേ നശിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം യാതൊന്നിൽ നിന്ന് ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭവിക്കുന്നുവോ ആ ഭഗവാനെ തന്നെ പ്രപഞ്ചത്തെ അദ്ദേഹത്തിൻ്റെ സ്വരൂപാന്തരമായിട്ട് കണ്ടിട്ട് സർവാത്മന ആ സംസാര നിവൃത്തിക്കായിട്ട് ഭജിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സ് തന്നെ ആ സംസാര കാരണം എന്നതിനെ ഉറപ്പിക്കുകയാണ്. അന്ധക്കരണാദികളിൽ ഞാൻ എന്നുള്ള ആ ഭാവരൂപമായിരിക്കുന്ന അധ്യാസമുള്ളിടത്തോളം കാലം ആത്മസ്വരൂപം അറിയപ്പെടാതെ ഇരിക്കും. അത് നിമിത്തം ആ ശുഭം അശുഭം എന്ന രൂപത്തിലിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. അങ്ങനെ കർമ്മം ഉള്ളപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ആ സുഖദുഃഖാനുഭവ രൂപമായിരിക്കുന്ന ഭോഗവും ഉണ്ടാകും. ഇന്ദ്രിയങ്ങളിൽ കൂടെ അനുഭവിച്ച് ഭോഗങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിക്കയാൽ പിന്നെയും അപ്രകാരമുള്ള ആ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളെ ചെയ്യും. ഇങ്ങനെ ആ സംസാരം നശിക്കാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനാൽ ആ അധ്യാസ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഭക്തജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ആ ശ്രീഹരിയെ സർവാത്മഭാവത്തോടു കൂടിയിട്ട് ഭജിക്കുക. ഈ കാണപ്പെടുന്ന സർവത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ പരമതത്വം യാതൊന്നോ ആ ശ്രീഹരിയുടെ സ്വരൂപം തന്നെ ഇത് സർവസ്വവും എന്ന ആ ഭാവത്തോടുകൂടെ ആ ഭേദഭാവനയില്ലാതെ ആ ഭജിക്കണം. ഭേദഭാവന ഉണ്ടായാൽ കൈവല്യം
ലഭിക്കുകയില്ല. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. അപ്പം ഉപഭുക്താൻ ധ്യായൻ നസകൾ കർമാണി സമ്പാദയതേ തദാ വിദ്യായാം സത്യാം ജീവസ്യ കർമ്മണി ബന്ധോ ഭവതി അതോ വിശ്വം തദാത്മകം പശ്യൻ. ആ ഭഗവാനെ ഈ വിശ്വം മുഴുവൻ ആയിട്ട് ആ ഭഗവാനാണ് മുഴുവനായിട്ട് ഉള്ളതെന്ന് കണ്ടുകൊണ്ട് പശ്യൻ കണ്ടുകൊണ്ട് സർവാത്മാവായിട്ട് ഉള്ള ആ ഹരിയെ ഭജ എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. അതോ വിശ്വം തദാത്മകം പശ്യത്, ആ വിശ്വത്തെ ആ ഭഗവാന്റെ ആ ആത്മസ്വരൂപമായിട്ട് ഭഗവാൻ അതിലെല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആത്മാവാണെന്ന് കണ്ട് പശ്യൻ സർവാത്മന ഹരിം ഭജ, ആ സർവാത്മാവായിരിക്കുന്ന ഹരിയെ ഭജിക്കുവാൻ. പഴുത്ത വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കാം. അതോ വിശ്വം തദാത്മകം പശ്യൻ അതോ വിശ്വം തദാത്മകം പശ്യൻ സർവാത്മനാ ഹരിം ഭജ എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മൈത്രേയ ഉവാച ഭാഗവതമുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യ ഹ്യമുമാമന്ത്ര്യ സിദ്ധലോകം തതോ ഗമൽ. ഭാഗവതമുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യ ഹ്യമുമാമന്ത്ര്യ സിദ്ധലോകം തതോ ഗമത്. അങ്ങനെ ആ ഭാഗവതോത്തമനും ആ ഭഗവാനും ആയിരിക്കുന്ന സാക്ഷാത് ശ്രീനാരദ മഹർഷി ആ ജീവാത്മാപരമാത്മാക്കളുടെ ഗതിയെ കാട്ടിക്കൊടുത്ത് ഹംസങ്ങളുടെ ആ ഹംസയോഗത്തെ ജീവാത്മാപരമാത്മാക്കളുടെ ഗതിയെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് കർദമ പ്രജാപതിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും സിദ്ധലോകത്തിലേക്ക് യാത്ര ആയത്രേ. ഭാഗവതമുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യ ഹ്യമുമാമന്ത്ര്യ സിദ്ധലോകം തതോ ഗമ. അപ്പം ഭാഗവതമുഖ്യ എന്ന് പറഞ്ഞാൽ ഭാഗവതോത്തമനും ഭഗവാനുമായിരിക്കുന്ന ഭഗവാൻ നാരദ ശ്രീനാരദ മഹർഷി ആ ജീവാത്മാപരമാത്മാക്കളുടെ ഗതിക്കാണ് ഹംസങ്ങളുടെ ഗതി എന്ന് പറയുന്നത്. ജീവാത്മാപരമാത്മാക്കളുടെ ഗതിയെ പ്രദർശ്യ കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തോട് ആമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട് തതഃ അവിടെ നിന്ന് സിദ്ധലോകത്തിലേക്ക് ആഗമത് ഹി യാത്രയുമായത്രേ. ഒന്നും കൂടി പറയാം. ഭാഗവതമുഖ്യ ഭാഗവതോത്തമനും ഭഗവാനുമായിരിക്കുന്ന നാരദ ശ്രീനാരദ മഹർഷി ഹംസയോഹോ ജീവാത്മാപരമാത്മാക്കളുടെ എന്ന് പറഞ്ഞാൽ ജീവാത്മാപരമാക്കളുടെ ഗതിം ആ ഗതിയെ പ്രദർശ്യ കാട്ടിക്കൊടുത്തിട്ട് ഇദ്ദേഹത്തോട് ആമന്ത്ര്യ യാത്ര പറഞ്ഞ് തതഃ അവിടെ നിന്ന് സിദ്ധലോകത്തിലേക്ക് അഗമത് ഹി യാത്രയായത്രേ. അപ്പോൾ അടുത്ത അന്വയം വന്നിട്ട് ഭാഗവതമുഖ്യ ഭഗവാൻ നാരദ ഹംസയോ ഗതിം പ്രദർശ്യ ആമന്ത്ര്യ തതഃ സിദ്ധലോകം അഗമൽ ഹി. ഒന്നുകൂടി പറയാം. ഭാഗവതമുഖ്യ ഭഗവാൻ നാരദ ഹംസയോ ഗതിം പ്രദർശ്യ ആമന്ത്ര്യ തതഃ സിദ്ധലോകം അഗമൽ ഹി. ഭാഗവതോത്തമനും ഭഗവാനുമായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ജീവാത്മാപരമാത്മാക്കളുടെ ഗതിയെ കാട്ടിക്കൊടുത്തിട്ട് ഇദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് സിദ്ധലോകത്തിലേക്ക് യാത്രയായി. ഭാഗവതോത്തമരിൽ പ്രധാനിയും ഭഗവാനുമായിരിക്കുന്ന ശ്രീനാരദ മഹർഷി പുരഞ്ജനോപാഖ്യാനത്തിലൂടെ ആ ജീവാത്മാപരമാക്കളായിരിക്കുന്ന ഹംസങ്ങളുടെ ഗതിയെ പ്രാചീന ബർഹിസിന് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് സിദ്ധന്മാരുടെ ലോകത്തിലേക്ക് യാത്രയായി. ആ ഭഗവത് ഭക്തന്മാരിൽ മുഖ്യനായിരിക്കുന്ന ഭഗവാൻ നാരദൻ ജീവേശ്വരന്മാരുടെ ഗതി ഇങ്ങനെ ഉപദേശിച്ചിട്ട് ആ ബോധ്യപ്പെടുത്തി യാത്ര പറഞ്ഞ് അവിടെ നിന്നും സിദ്ധലോകത്തിലേക്ക് പോയി. അപ്പോൾ മൈത്രേയം പറയാണ്,
ഭഗവത് ഭക്തന്മാരിൽ വെച്ച് മുഖ്യനായതുകൊണ്ട് ആ ഭഗവത് കാരുണ്യലാഭത്താൽ സർവജ്ഞനായിരിക്കുന്ന ആ ശ്രീനാരദ മുനി ജീവൻ്റെയും ഈശ്വരൻ്റെയും പരമാർത്ഥ തത്വത്തെ ഇപ്രകാരം പ്രാചീന ബർഹിസിനോട് ഉപദേശിച്ച ശേഷം അവിടെ നിന്നും ആ സിദ്ധലോകത്തെ പ്രാപിച്ചു. അവിടെ നിന്നും ആ സിദ്ധലോകത്തിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ ഭഗവാനായിരിക്കുന്ന നാരദൻ പ്രാചീന ബർഹിഷേ ചരണാംബുജം ഭജൻ ഭഗവാൻ നാരദ പ്രാചീന ബർഹിഷേ ജീവേശ്വരയോർ ഗതി, പ്രാചീന ബർഹിസിനോട് ആ ജീവേശ്വരന്മാരുടെ ഗതിയെ കാണിച്ചു കൊടുത്തിട്ട് ആമന്ത്ര്യ അദ്ദേഹത്തോട് പറഞ്ഞ് സിദ്ധലോകം ജഗാമ, സിദ്ധലോകത്തിലേക്ക് പോയി. ഭഗവാൻ നാരദൻ പ്രാചീന ബർഹിസിനോട് ജീവേശ്വരയോർ ഗതിം പ്രദർശ്യ, ജീവേശ്വരന്മാരുടെ ഗതിയെ കാണിച്ചു കൊടുത്തിട്ട് ആമന്ത്ര്യ അദ്ദേഹത്തോട് പറഞ്ഞ് സിദ്ധലോകത്തിലേക്ക് ജഗാം, താൻ സിദ്ധലോകത്തിലേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ആ സിദ്ധലോകത്തിലേക്ക് ഗമിച്ചു. ഭഗവാൻ നാരദ പ്രാചീന ബർഹിഷേ ജീവേശ്വരയോർ ഗതിം പ്രദർശ്യ ആമന്ത്ര്യ സിദ്ധലോകം ജഗാമ. കൂടി പറയാം, ഭഗവാൻ നാരദ പ്രാചീന ബർഹിഷേ ജീവേശ്വരയോർ ഗതിം പ്രദർശ്യ ആമന്ത്ര്യ സിദ്ധലോകം ജഗാമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം പ്രാചീന ബർഹീരാജർഷി പ്രജാസർഗാഭിരക്ഷണേ ആദിശ്യപുത്രാൻ അഗമത്തപസേ കപിലാശ്രമം. പ്രാചീന ബർഹിരാജർഷിയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജാസർഗാഭിരക്ഷണേ, ആ പ്രജകളെ പ്രജാപരിപാലനത്തിൽ ആ പുത്രന്മാരെ ആദിശ്യ നിയോഗിച്ച്, പ്രജാപരിപാലനത്തിനായിട്ട് പുത്രന്മാരെ നിയോഗിച്ചിട്ട് പുത്രാൻ അഗമത്തപസേ, അദ്ദേഹം തപസ്സിനായിട്ട് കപിലാശ്രമത്തിലേക്ക് അഗമത് യാത്രയായി. പ്രാചീന ബർഹീരാജർഷി പ്രജാസർഗാഭിരക്ഷണേ ആദിശ്യപുത്രാൻ അഗമത് തപസേ കപിലാശ്രമം. രാജർഷിയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജാസർഗാഭിരക്ഷണേ, പ്രജാപരിപാലനത്തിൽ പുത്രന്മാരെ ആദിശ്യ നിയോഗിച്ചിട്ട് തപസ്സിനായിട്ട് കപിലാശ്രമത്തിലേക്ക് അഗമത് യാത്രയായി. ഇപ്പോൾ രാജർഷിയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജാസർഗാഭിരക്ഷണേ, പ്രജാപരിപാലനത്തിൽ പുത്രന്മാരെ ആദിശ്യ നിയോഗിച്ചിട്ട് തപസ്സിനായിട്ട് കപിലാശ്രമത്തിലേക്ക് അഗമത് യാത്രയായി. ഇപ്പം രാജർഷി പ്രാചീന ബർഹി പ്രജാസർഗാഭിരക്ഷണേ പുത്രാൻ ആദിശ്യ തപസേ കപിലാശ്രമം അഗമത്. എന്നുകൂടി പറയാം, രാജർഷി പ്രാചീന ബർഹി പ്രജാസർഗാഭിരക്ഷണേ പുത്രാൻ ആദിശ്യ തപസേ കപിലാശ്രമം അഗമത്. രാജർഷിയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പരിപാലനത്തിൽ പുത്രന്മാരെ നിയോഗിച്ച് തപസ്സിനായിട്ട് ആ കപിലാശ്രമത്തിലേക്ക് യാത്രയായി. അപ്പോൾ അങ്ങനെ രാജശ്രീ ആയിരിക്കുന്ന പ്രാചീന ബർഹിസ് ആ രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ച് തപസ്സനുഷ്ഠിക്കാൻ ആ കപിലാശ്രമത്തിലേക്ക് യാത്രയായി. രാജശ്രീയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജാസൃഷ്ടിയിലും രക്ഷയിലും മന്ത്രിമാർ വഴി പുത്രന്മാരെ ഭാരം ഏൽപ്പിച്ച് തപസ്സിനായിട്ട് കപിലാശ്രമത്തിലേക്ക് പോയി. ഋഷിതുല്യനായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജകളുടെ സംരക്ഷയിൽ പുത്രന്മാരെ നിശ്ചയിച്ചിട്ട് തപസ് ചെയ്യുവാനായിക്കൊണ്ട് ആ കപിലമുനിയുടെ ആശ്രമം പ്രാപിച്ചു. അപ്പം ഇതിൽ വ്യാഖ്യാനത്തിൽ പ്രജാരക്ഷണേ പുത്രാനാദിശ്യ, രാജാവ് പ്രജാരക്ഷണത്തിനായിട്ട് പുത്രന്മാരെ നിർദ്ദേശിച്ചു. എന്നിട്ട് കപിലാശ്രമം കപിലാശ്രമത്തിലേക്ക് പോയി. ഒന്നുകൂടി പറയാം, പ്രജാരക്ഷണത്തിനായിട്ട് പുത്രാനാദിശ്യ
പുത്രന്മാരെ നിർദ്ദേശിച്ച് കപിലാശ്രമത്തിലേക്ക് ഗത്വ പോയി. ഇപ്പം രാജാ പ്രജാരക്ഷണേ പുത്രാനാദിശ്യ കപിലാശ്രമം ഗത്വ. രാജാ പ്രജാരക്ഷണേ പുത്രാനാദിശ്യ കപിലാശ്രമം ഗത്വ. ഇത് അതിലത്തെ വ്യാഖ്യാനം. അങ്ങനെ പ്രാചീന ബർഹിസ് അങ്ങനെ കപിലാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി. തത്രൈക അഗ്രമനാവീരോ ഗോവിന്ദചരണാംബുജം വിമുക്ത സംഗോനുഭജൻ ഭക്ത്യാ സാമ്യതാമഗാത്. തത്രൈകാഗ്രമനാവീരോ, അവിടെ ഏകാഗ്രമനസ്സോട് കൂടിയിട്ട് വീരനായിരിക്കുന്ന പ്രാചീന ബർഹിസ് ഗോവിന്ദചരണാംബുജം, ഗോവിന്ദൻ്റെ ചരണാംബുജത്തെ വിമുക്ത സംഗോനുഭജൻ, അതിനെ വിടാതെ കണ്ട് അതിൽ സംഘം ചെയ്തുകൊണ്ട് ആ ചരണാരവിന്ദങ്ങളിൽ സംഘം ചെയ്തുകൊണ്ട് ഭജിച്ച് ഭക്തി കൊണ്ട് തൽസാമ്യതാം ആ ഭഗവാനായിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി. വീരനായിരിക്കുന്ന അദ്ദേഹം വിമുക്ത സംഘ, ഉപേക്ഷിക്കപ്പെട്ട വിഷയാസക്തിയോടുകൂടിയവനായിട്ട്, വിമുക്ത സംഘ എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ചവനായിട്ട്, ഉപേക്ഷിക്കപ്പെട്ട വിഷയാസക്തിയോടുകൂടിയവനായിട്ടും ഏകാഗ്രമനാഹ ഏകാഗ്രചിത്തനായിട്ടും ഭക്തിയോടെ ഗോവിന്ദചരണാംബുജം ആ മഹാവിഷ്ണുവിൻ്റെ ശ്രീപാദപത്മങ്ങളെ അനുഭജൻ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട് തൽസാമ്യതാം സാരൂപ്യമുക്തി അകാൽ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സ്വരൂപം ആയിത്തീർന്ന് അവിടെ നിന്നും ഭഗവത്ധാമത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വീരനായിരിക്കുന്ന അദ്ദേഹം വിമുക്ത സംഘ ഉപേക്ഷിക്കപ്പെട്ട വിഷയാസക്തി കൂടിയവനായും ഏകാഗ്രമനാഹ ഏകാഗ്രചിത്തനായും ഭക്തിയോടെ ഗോവിന്ദചരണാംബുജം മഹാവിഷ്ണുവിൻ്റെ ശ്രീപാദങ്ങളെ അനുഭജൻ നന്നായി ധ്യാനിച്ചുകൊണ്ട് തൽസാമ്യതാം സാരൂപ്യമുക്തി അകാൽ പ്രാപിച്ചു. അപ്പോൾ വിമുക്ത സംഘ ഏകാഗ്രമനാഹ ഭക്തിയാ ഗോവിന്ദചരണാംബുജം അനുഭജൻ തൽസാമ്യതാം അഗാത്. വിമുക്ത സംഘ ഏകാഗ്രമനാഹ ഭക്തിയാ ഗോവിന്ദചരണാംബുജം അനുഭജൻ തൽസാമ്യതാം അഗാത്. വീരനായിരിക്കുന്ന അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ട വിഷയാസക്തികളോടുകൂടിയവനായിട്ടും ഏകാഗ്രചിത്തനായിട്ടും ഭക്തിയോടെ ആ മഹാവിഷ്ണുവിൻ്റെ ശ്രീപാദപത്മങ്ങളെ നന്നായി ധ്യാനിച്ചുകൊണ്ട് ആ സാരൂപ്യമുക്തി പ്രാപിച്ചു. അപ്പോൾ വീരനായ അദ്ദേഹം എല്ലാ ആസക്തികളും ഉപേക്ഷിച്ചിട്ട് ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ധ്യാനിച്ച് ഭക്തി പുരസ്സരം തപസ് ചെയ്തു. തൽഫലമായിട്ട് സാരൂപ്യമുക്തി കൈവരിക്കുകയും ചെയ്തു. അപ്പോൾ രാജർഷിയായിരിക്കുന്ന പ്രാചീന ബർഹിസ് പ്രജാസൃഷ്ടിയിലും രക്ഷയിലും മന്ത്രിമാർ വഴി പുത്രന്മാർ ഭാരമേൽപ്പിച്ച് കപിലാശ്രമത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. അവിടെ ആ വീരൻ ഏകാഗ്രചിത്തനും ശക്തിരഹിതനും ആയിട്ട് ആ ഭഗവാന്റെ പാദാംബുജത്തെ തന്നെ നിരന്തരം സേവിച്ചുകൊണ്ട് പരമഗതിയെ പ്രാപിച്ചു. അവിടെ ആ കപിലാശ്രമത്തിലെ അതിപ്രയത്നത്താൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിപ്പിച്ചിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭക്തിയോടുകൂടി ആ ഭഗവാന്റെ പാദപത്മത്തെ നിരന്തരം ഭജിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളിൽ ലയിച്ചു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ തത്ര ഭക്തിയ, അവിടെ ആ ഭക്തിയോടുകൂടി ഗോവിന്ദചരണാംബുജം ഭജൻ, ഗോവിന്ദചരണാംബുജത്തെ ഭജിച്ചുകൊണ്ട് തൽസാമ്യതാമകാൽ ആ തൽസാരൂപ്യത്തെ പ്രാപിച്ചു, ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചു. തത്ര ഭക്തിയാ ഗോവിന്ദചരണാംബുജം, അവിടെ ഭക്തിയോടുകൂടി ആ ഗോവിന്ദചരണാംബുജത്തെ ചരണപത്മങ്ങളെ ഭജിച്ചിട്ട് തൽസാമ്യതാമഗാത് തൽസാരൂപ്യത്തെ പ്രാപിച്ചു, സാരൂപ്യമുക്തിയെ പ്രാപിച്ചു. ആര്? അപ്രാചീന ബർഹിസ്. അപ്പം തത്ര ഭക്തിയാ ഗോവിന്ദചരണാംബുജം ഭജൻ തത്സാമ്യതാം അഗാത് എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഏതദധ്യാത്മപാരോക്ഷ്യം ഗീതം ദേവർഷിണാനഘ യഹ ശ്രദ്ധയേദ്യ ശൃണുയാത് സലിംഗേന വിമുച്യതേ. ഏതദധ്യാത്മപാരോക്ഷ്യം ഗീതം ദേവർഷിണാനഘ യഹ ശ്രാവയേദ്യ ശൃണുയാത് സലിംഗേന വിമുച്യതേ. അല്ലയോ ശുദ്ധാത്മാവേ,
ദേവർഷിണ ദേവർഷിയായിരിക്കുന്ന നാരദ മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ട അധ്യാത്മവിദ്യയുടെ രഹസ്യം അടങ്ങിയിരിക്കുന്ന ഇത് ആര് ചൊല്ലിക്കേൾപ്പിക്കുന്നുവോ, ആർ കേൾക്കുന്നുവോ അവനും ആ ലിംഗശരീരത്താൽ മോചിതനാകുന്നു, ആ ലിംഗശരീരത്തിൽ നിന്നും മോചിതനാകുന്നു എന്നർത്ഥം. അപ്പോൾ അല്ലയോ പാപം ഇല്ലാത്തവനെ ശുദ്ധാത്മാവേ, ദേവർഷിയായിരിക്കുന്ന നാരദ മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ട ഈ അധ്യാത്മവിദ്യയുടെ രഹസ്യം അടങ്ങിയതായിരിക്കുന്ന ഈ പുരഞ്ജനോപാഖ്യാനം ആര് ചൊല്ലിക്കൊടുക്കുന്നുവോ, ആര് കേൾക്കുന്നുവോ അവരും രണ്ടുപേരും ലിംഗേന ആ ലിംഗശരീരത്തിൽ നിന്നും മോചിതനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹേ അനഘ, അല്ലയോ ശുദ്ധാത്മാവേ, ദേവർഷിയായിരിക്കുന്ന നാരദ മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ട അധ്യാത്മപാരോക്ഷ്യം അധ്യാത്മവിദ്യയുടെ രഹസ്യം ആയിരിക്കുന്ന ഏതത് രഹസ്യങ്ങളടങ്ങിയ ഏതത് ഇത് യഹ ആർ ശ്രാവയെ ചൊല്ലിക്കൊടുക്കുന്നുവോ, യഹ ആർ ശൃണുയാ കേൾക്കുന്നുവോ, സഹ സാ അവനും രണ്ടുപേരും അർത്ഥം. സഹ സാ അവനും ലിംഗേന ആ ലിംഗശരീരത്താൽ വിമുച്യതേ മോചിതനാകുന്നു. ഒന്നും കൂടി പറയാത്ത പദങ്ങൾ. ഹേ അനഘ, അല്ലയോ ശുദ്ധാത്മാവേ, ദേവർഷിയായ നാരദ മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ട അധ്യാത്മപാരോക്ഷ്യം അധ്യാത്മവിദ്യയുടെ രഹസ്യമടങ്ങിയ ഏതത് ഇത് യഹ ആർ ശ്രാവയെ ചൊല്ലിക്കൊടുക്കുന്നുവോ, ചൊല്ലിക്കേൾപ്പിക്കുന്നുവോ, യഹ ആർ ശൃണുയാൽ ആര് കേൾക്കുന്നുവോ, സഹ സാ അവനും ലിംഗേന ആ ലിംഗശരീരത്താൽ വിമുച്യതേ മോചിതനാകുന്നു. തന്വയം വന്നിട്ട് ഹേ അനഘ, ദേവർഷിണ ഗീതം അധ്യാത്മപാരോക്ഷ്യം ഏതൽ യഹ ശൃണുയാത് യഹ യഹ ശ്രാവയേത് യഹ ശൃണുയാത് സഹ സാ ലിംഗേന വിമുച്യതേ. എന്നും കൂടി പറയാം. ഹേ അനഘ, ദേവർഷിണ ഗീതം അധ്യാത്മപാരോക്ഷ്യം ഏതത് യഹ ശ്രാവയേത് യഹ ശൃണുയാത് സഹ സാ ലിംഗേന വിമുച്യതേ. അല്ലയോ ശുദ്ധാത്മാവേ, ദേവർഷിയായിരിക്കുന്ന നാരദ മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അതുപോലെ അധ്യാത്മവിദ്യയുടെ രഹസ്യം അടങ്ങിയതും ആയിരിക്കുന്ന ഇത് ആര് ചൊല്ലിക്കേൾപ്പിക്കുന്നുവോ, ആര് കേൾക്കുന്നുവോ അവനും രണ്ടുപേരും ലിംഗേന ആ ലിംഗശരീരത്താൽ മോചിതനാകുന്നു. അപ്പോൾ അല്ലയോ പരിശുദ്ധാത്മാവായിരിക്കുന്ന വിതുര, ശ്രീനാരദ പ്രോക്തമായതും പരോക്ഷഭാവത്തിൽ ആധ്യാത്മിക തത്വങ്ങൾ അടങ്ങിയതും ആയിരിക്കുന്ന ഈ ചരിത്രം കേൾപ്പിക്കുകയോ ചെയ്യുന്നവൻ അന്യശരീരവും ലിംഗശരീരവും ആയുള്ള ബന്ധത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അപ്പോൾ അനഘ, നാരദൻ ഗാനം ചെയ്തതും കഥാവ്യാജേന ആത്മതത്വം പ്രകാശിപ്പിക്കുന്നതും ആയിരിക്കുന്ന ഈ പ്രകരണം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും മുക്തനാകാൻ സാധിക്കണു, അവർക്ക് മുക്തിയെ ലഭിക്കണു എന്നർത്ഥം. അപ്പോൾ ഹേ പാപരഹിതനായിരിക്കുന്ന വിതുര, ദേവർഷി ശ്രീനാരദൻ പ്രാചീന ബർഹിസിന് ആത്മാവിൻ്റെ പരോക്ഷജ്ഞാനം ജനിപ്പാൻ തക്കവിധം ഉപദേശിക്കുന്ന ഈ കഥയെ കേൾക്കുന്നവരും ആ ലിംഗശരീരത്തിൽ നിന്നും മുക്തന്മാരായിട്ട് ഭവിക്കണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനം ഏതത് യഹ് ശൃണുയാത്, ഈ പുരഞ്ജനോപാഖ്യാനം ആരാണോ കേൾക്കുന്നത്, ശ്രാവയെ കേൾപ്പിക്കുന്നത്, രണ്ടുപേരും അവരുടെ ലിംഗശരീരേണ മുച്യതേ, ലിംഗശരീരത്തിൽ നിന്നും വിമുക്തമാവുന്നു. അപ്പോൾ ഏതൽ യഹ് ശൃണുയാത്, ഈ പുരഞ്ജനോപാഖ്യാനം ആരാണോ കേൾപ്പിക്കുന്നത്, കേൾക്കുന്നത്, ശൃണുയാത് കേൾക്കുന്നത്, ശ്രാവയെ കേൾപ്പിക്കുന്നത്, ആ രണ്ടു പേർക്കും അവരുടെ ലിംഗശരീരത്തിൽ നിന്നും മുച്യതേ മോചനം ലഭിക്കുന്നു. അപ്പം ഏതൽ യഹ് ശൃണുയാത് ശ്രാവയെ ലിംഗശരീരേണ മുച്യതേ.
ഒന്നും കൂടി പറയാം. ഏതത് യഹ് ശൃണുയാത് ശ്രാവയേദ്വാ സ ലിംഗശരീരേണ മുച്യതേ. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. ഏതന്മുകുന്ദയശസാ ഭുവനം പുനാനം ദേവർഷിവര്യമുഖനിസൃതമാത്മശൗചം യക് കീർത്യമാനമധിഗച്ഛതി പാരമേഷ്ഠ്യം നാസ്മിൻ ഭവേ ഭ്രമതി മുക്തസമസ്തബന്ധ. ഏതന്മുകുന്ദയശസാ ഭുവനം പുനാനം ദേവർഷിവര്യമുഖനിസൃതമാത്മശൗചം യക് കീർത്യമാനമധിഗച്ഛതി പാരമേഷ്ഠ്യം നാസ്മിൻ ഭവേ ഭ്രമതി മുക്തസമസ്തബന്ധ. ആ ദേവർഷിപ്രവരനായിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷിയിൽ നിന്നും നിർഗളിച്ചതും ശ്രീഹരിയുടെ കീർത്തിയാൽ ആ ലോകത്രയത്തെ പവിത്രീകരിക്കുന്നതും ആയിരിക്കുന്ന ആത്മാവിനെ ശുദ്ധിയാക്കുന്നതും ആ പരമപദപ്രാപകവുമായിരിക്കുന്ന ഈ ആഖ്യാനം ആരാണോ കീർത്തിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നത് അവൻ ആ സമസ്ത ബന്ധങ്ങളിൽ നിന്നും മോചിതനായിട്ട് ഈ സംസാര ചക്രത്തിൽ തിരിയുകയില്ല. ഏതന്മുകുന്ദയശസാ ഭുവനം പുനാനം ദേവർഷിവര്യമുഖനിസൃതമാത്മശൗചം. ദേവർഷിവര്യമുഖനിസൃതം എന്ന ദേവർഷിവരനിൽ നിന്നും പ്രവരനായിരിക്കുന്ന ദേവർഷിപ്രവരനായിരിക്കുന്ന ശ്രീനാരദൻ്റെ മുഖത്ത് നിന്നും നിർഗളിച്ചത് നിസൃതം ആത്മശൗചം. അത് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പവിത്രം ആക്കുന്നതാണ്, ആത്മാവിനെ ശുചിയാക്കുന്നതും. അതുപോലെ ഭുവനം പുനാനം, ഭുവനത്തെ ലോകത്രയത്തെ പവിത്രീകരിക്കുന്നതാണ്. ഭുവനം പുനാനം ദേവർഷിവര്യ മുഖ ഏതന്മുകുന്ദയശസാ നിസൃതമാത്മശൗചം. അങ്ങനെയുള്ള ഏതത് ഈ ആഖ്യാനത്തെ ആരാണോ കീർത്യമാനം യക്കീർത്യമാനം അധിഗച്ഛതി പാരമേഷ്ഠ്യം, ആരാണോ അതിനെ കീർത്തിക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള അവൻ മുക്ത സമസ്തബന്ധ സമസ്ത ബന്ധങ്ങളിൽ നിന്നും മോചിതനായിട്ട് അസ്മിൻ ഈ സംസാരചക്രത്തിൽ നിന്ന് അസ്മിൻ ഭവേ ഈ സംസാരചക്രത്തിൽ ന ഭ്രമതി തിരിയുകയില്ല. അങ്ങനെയുള്ള ആ ശ്രീഹരിയുടെ കീർത്തി കൊണ്ട് ഏതന്മുകുന്ദയശസ ഇപ്രകാരമുള്ള ശ്രീഹരിയുടെ കീർത്തി കൊണ്ട് ഭുവനം പുനാനം ഭുവനങ്ങളെ പുണ്യമാക്കുന്ന ദേവർഷി വര്യമുഖനിസൃതമാത്മശൗകം ദേവർഷിവര്യൻ്റെ മുഖത്തിൽ നിന്നും നിർഗളിച്ചതായിരിക്കുന്ന ആത്മശുദ്ധി നൽകുന്ന യഹ് കീർത്യമാനമധിഗച്ഛതി ഈ പുണ്യചരിതത്തെ ആരാണോ കീർത്തിക്കപ്പെടുന്നത് അവർ ആ പരമപദത്തെ പ്രാപിക്കുന്നു. അധിഗച്ഛതി നാസ്മിൻ അവർക്ക് ഭവേ ഈ സംസാരത്തിൽ തിരിയേണ്ട യാതൊരു കാരണവുമില്ല. എന്തുകൊണ്ടാണ്? മുക്ത സമസ്ത ബന്ധ സമസ്ത ബന്ധങ്ങളിൽ നിന്ന് മുക്തനായതുകൊണ്ട് അവർക്ക് നാസ്മിൻ ഭവേ ഭ്രമതി ഈ സംസാര ചക്രത്തിൽ അവർ തിരിയുകയില്ല. ഇപ്പോഴത്തെ പദങ്ങൾ ദേവർഷിവര്യമുഖനിസൃതം ദേവർഷിപ്രവരനായിരിക്കുന്ന ശ്രീനാരദൻ്റെ മുഖത്തു നിന്ന് നിർഗളിച്ചതും മുകുന്ദയശസ ശ്രീഹരിയുടെ കീർത്തിയാൽ ഭുവനം ലോകത്രയത്തെ പുനാനം പവിത്രീകരിക്കുന്നതും ആത്മശൗചം ആത്മാവിനെ ശുചിയാക്കുന്നതും പാരമേഷ്ഠ്യം പരമപദപ്രാപകവും ആയ ഏതത് ഈ ആഖ്യാനം യഹ ആരാണോ യാതൊരുവൻ കീർത്യമാനം കീർത്തിക്കപ്പെടുന്നതായിട്ട് അധിഗച്ഛതി മനസ്സിലാക്കുന്നത് സഹ അവൻ മുക്ത സമസ്തബന്ധ സമസ്തബന്ധങ്ങളിൽ നിന്നും മോചിതനായിട്ട് അസ്മിൻ ഭവേ ഈ സംസാരചക്രത്തിൽ ന ഭ്രമതി തിരിയുകയില്ല. എന്നുകൂടി പറയാം. ദേവർഷിവര്യമുഖനിസൃതം ദേവർഷിപ്രവരനായിരിക്കുന്ന ശ്രീനാരദൻ്റെ മുഖത്തു നിന്ന് നിർഗളിച്ചതും മുകുന്ദയശസ ശ്രീഹരിയുടെ കീർത്തിയാൽ ഭുവനം ലോകത്രയത്തെ പുനാനം പവിത്രീകരിക്കുന്നതും ആത്മശൗചം ആത്മാവിനെ ശുചിയാക്കുന്നതും പാരമേഷ്ഠ്യം പരമപദപ്രാപകവുമായിരിക്കുന്ന ഏതത് ഈ ആഖ്യാനം യഹ ആരാണോ യാതൊരുവൻ കീർത്യമാനം കീർത്തിക്കപ്പെടുന്നതായിട്ട് അധിഗച്ഛതി മനസ്സിലാക്കുന്നത് സഹ അവൻ മുക്ത സമസ്തബന്ധ സമസ്തബന്ധങ്ങളിൽ നിന്നും മോചിതനായിട്ട് അസ്മിൻ ഭവേ ഈ സംസാര ചക്രത്തിൽ ന ഭ്രമതി തിരിയുകയില്ല. തന്വയം ദേവർഷിവര്യമുഖനിസൃതം മുകുന്ദയശസ ഭുവനം പുനാനം ആത്മശൗചം പാരമേഷ്ഠ്യം ഏതത് ആഖ്യാനം യഹ കീർത്യമാനം അധിഗച്ഛതി സഹ
മുക്തസമസ്തബന്ധഃ അസ്മിൻ ഭവേ ന ഭ്രമതി. എന്നുകൂടി പറയാം. ദേവശ്രീ വര്യമുഖനിസൃതം മുകുന്ദയശസാ ഭുവനം പുനാനം ആത്മശൗചം പാരമേഷ്ഠ്യം ഏതത് യഃ കീർത്യമാനം അധിഗച്ഛതി സഹ അധിഗച്ഛതി കീർത്യമാനം അധിഗച്ഛതി സഹ മുക്തസമസ്തബന്ധഃ അസ്മിൻ ഭവേ ന ഭ്രമതി. ആ ദേവശ്രീപ്രവരനായിരിക്കുന്ന ശ്രീനാരദന്റെ മുഖത്തു നിന്നും നിർഗളിച്ചതും ശ്രീഹരിയുടെ കീർത്തിയാൽ ലോകത്രയത്തെ പവിത്രീകരിക്കുന്നതും ആത്മാവിനെ ശുചിയാക്കുന്നതും പരമപ്രദപ്രാപകവുമായിരിക്കുന്ന ഈ ആഖ്യാനം യാതൊരാളാണോ കേൾക്കുന്നത്, കീർത്തിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്നത്, അവൻ സമസ്ത ബന്ധങ്ങളിൽ നിന്നും മോചിതനായിട്ട് ഈ സംസാര ചക്രത്തിൽ തിരിയുകയില്ല. ഈ ആഖ്യാനം നാരദമുഖത്ത് നിന്ന് നിർഗളിച്ചതാണ്. ഭഗവാന്റെ കീർത്തിയെ വാഴ്ത്തുന്നതും ലോകത്തെ ശുദ്ധീകരിക്കുന്നതും ആത്മാവിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്നതുമാണ്. അതിനെ കീർത്തനം ചെയ്താൽ പരമശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കും. അവന് ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരികയില്ല. അപ്പോൾ മുക്തിപ്രദനായ ഭഗവാന്റെ പുണ്യയശസ്സിനാൽ ലോകങ്ങളെയെല്ലാം ശുദ്ധീകരിക്കുന്നതും നാരദന്റെ മുഖത്തു നിന്നും ഒഴുകുന്നതും മനഃശുദ്ധീകരണവും സർവോത്കൃഷ്ട ഫലപ്രദവും മഹാത്മാക്കളാൽ പ്രകീർത്തിക്കപ്പെടുന്നതുമായിരിക്കുന്ന ഈ ഭാഗം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഈ സംസാരത്തിൽ ചുറ്റിക്കറങ്ങാൻ ഇടവരുകയില്ല. അപ്പോൾ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ലോകത്തെ പരിശുദ്ധമാക്കുന്നതും ആത്മാവിൽ പറ്റിയിരിക്കുന്ന അജ്ഞാനരൂപമായിരിക്കുന്ന ദോഷം തീർത്ത് സ്വരൂപത്തെ ഗ്രഹിപ്പാൻ സമർത്ഥം ആക്കി തീർക്കുന്നതും ദേവശ്രീശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീനാരദരുടെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്നതുമായിരിക്കുന്ന ഇതിനെ നിരന്തരം കീർത്തിക്കുകയും തദ്വാര അർത്ഥത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ ആ അധ്യാസം നിമിത്തം ഉണ്ടാകുന്ന സകല ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നു. ഇപ്പോൾ കിംജ ഏതൽ ഇപ്രകാരം ഈ ദേവർഷിവര്യമുഖനിസൃതം ആ ദേവർഷിവര്യനിൽ നിന്നും നിർഗളിച്ചതായിരിക്കുന്ന ഭഗവദ്യശോയുക്തം ഭഗവാന്റെ യശസ്സിനു ചേർത്തിട്ടുള്ള ഈ ചരിത്രം പഠേൽ പഠിച്ചാൽ സമുക്തബന്ധ അവൻ മുക്തബന്ധനായിട്ട് സർവബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് സൻ സംസാരേ പുനർന്ന് ഭ്രമതി അവൻ ആ സംസാരത്തിൽ വീണ്ടും പിന്നെ ഭ്രമിക്കില്ല, ചുറ്റിത്തിരിയുകയില്ല. കിംജ ഏതൽ ദേവർഷിവര്യ പ്രമുഖ നിസൃതം. അതുകൊണ്ട് ഈ ദേവർഷി ആയിരിക്കുന്ന നാരദമുനിയുടെ മുഖത്ത് നിന്നും പുറത്തു വന്ന ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ ഭഗവത് യശസ്സു യുക്തം ഭഗവാന്റെ യശസ്സിനെ ചേർത്ത ഈ ചരിത്രം യഹ് പഠേൻ ഇതിനെ പഠിക്കുകയാണെങ്കിൽ സമുക്തബന്ധ അവൻ ആ സർവബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് സൻ സംസാരത്തിലെ പുനർന്ന ഭ്രമതി വീണ്ടും സംസാരത്തിൽ ഭ്രമിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിയുകയില്ല. കിംജ ഏതൽ ദേവർഷിവര്യ മുഖനിസൃതം ഭഗവത് യശസോയുക്തം ഇഹ പഠേൽ സ മുക്തബന്ധഃ സൻ സംസാരേ പുനർന്ന ഭ്രമതി. ഒന്നും കൂടി പറയാം. കിംജ ഏതൽ ദേവർഷിവര്യമുഖനിസൃതം ഭഗവത് യശസോയുക്തം യഹ പഠേത് സഹ മുക്തബന്ധഃ സൻ സംസാരേ പുനർന്ന ഭ്രമതി. അതാണ് ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ ശ്ലോകം. അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമദ്ഭുതം ഏവം സ്ത്രീ ആശ്രമപുംസ ഛിന്നോ മുത്ര ച സംശയ. അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമത്ഭുതം ഏവം സ്ത്രീ ആശ്രമപുംസ ഛിന്നോ അമുത്ര ച സംശയ. ആ അധ്യാത്മതത്വത്തെ പരോക്ഷമായിട്ട് പ്രതിപാദിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഈ ആഖ്യാനം അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമദ്ഭുതം ഏവം അങ്ങനെയുള്ള ഈ ആഖ്യാനം എന്നാൽ ഗുരുമുഖത്ത് നിന്നും അധ്യയനം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഗുരുമുഖത്ത് നിന്നും അധിഗതം മയാധിഗതം അത്ഭുതം ഗുരുമുഖത്തിൽ നിന്നും അധ്യയനം ചെയ്യപ്പെട്ടതാണ്. ഇത് ബോധിച്ചാൽ ഇപ്രകാരം ബോധിച്ചാൽ പുരുഷന് സ്ത്രീയോടുള്ള മമത
ഏവം സ്ത്രീയാശ്രമം പുംസ, പുരുഷന് സ്ത്രീയോടുള്ള മമത വിട്ടൊഴിയും, സ്ത്രീയോടുള്ള മമത വിട്ടൊഴിയും. അമുത്ര, പരലോകത്തെ സംബന്ധിച്ച സംശയവും അകലും. സ്ത്രീകളുടെ ഭാവത്തിൽ നിന്നും അവന് മുക്തനാവാൻ കഴിയും. അതുപോലെ ആ സകല സംശയങ്ങളും, ലോകത്തെ സംബന്ധിച്ച സകല സംശയങ്ങളും അകലും എന്നുള്ളതാണ് പറയുന്നത്. അധ്യാത്മപാരോക്ഷ്യമിതം, അധ്യാത്മപാരോക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാത്മതത്വത്തെ പരോക്ഷമായിട്ട് പ്രതിപാദിക്കുന്ന ഇതം, ഈ അത്ഭുതം, അത്യത്ഭുതകരമായിരിക്കുന്ന ഈ ആഖ്യാനം, മയാ എന്നാൽ അധിഗതം, ഗുരുമുഖത്തിൽ നിന്നും അധ്യയനം ചെയ്യപ്പെട്ടതാണ്. ഏവം ഇപ്രകാരം ബോധിച്ചാൽ, പുംസഹ ഇത് മനസ്സിലാക്കിയാൽ പുരുഷന്, ജീവന്, സ്ത്രീയ സ്ത്രീയോടുള്ള ആശ്രമം മമത ഛിന്നഃ വിട്ടൊഴിയുകയും, അമുത്ര പരലോകത്തെ സംബന്ധിച്ച സംശയവും അകലും. ഒന്നും കൂടി പറയാം. അധ്യാത്മപാരോക്ഷ്യം, അധ്യാത്മതത്വത്തെ പരോക്ഷമായി പ്രതിപാദിക്കുന്ന അത്ഭുതം, അത്യത്ഭുതകരമായിരിക്കുന്ന ഇതം ഈ ആഖ്യാനം, മയാ എന്നാൽ അധിഗതം ഗുരുമുഖത്തിൽ നിന്ന് അധ്യയനം ചെയ്യപ്പെട്ടതാണ്. ഏവം ഇപ്രകാരം ബോധിച്ചാൽ, പുംസഹ പുരുഷന്, ജീവന്, സ്ത്രീയാ സ്ത്രീയോടുള്ള ആശ്രമം, മമത ഛിന്നഃ വിട്ടൊഴിയും, അമുത്ര പരലോകത്തെ സംബന്ധിച്ച സംശയവും അകലും. അപ്പോൾ അധ്യാത്മപാരോക്ഷ്യം അദ്ഭുതം ഇദം മയാ അധിഗതഃ അധ്യയനം ഏവം പുംസഃ സ്ത്രീയാ ആശ്രമഃ ഛിന്നഃ അമുത്ര സംശയഃ ച എന്നുള്ളതാണ് വ്യാഖ്യാനം. ഒന്നുകൂടി പറയാം. അധ്യാത്മപാരോക്ഷ്യം അദ്ഭുതം ഇദം മയാ അധിഗതഃ ഏവം പുംസഃ സ്ത്രീയാ ആശ്രമം ഛിന്നഃ അമുത്ര സംശയാഃ ച. അധ്യാത്മതത്വത്തെ പരോക്ഷമായി പ്രതിപാദിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ഈ ആഖ്യാനം എന്നാൽ ഗുരുമുഖത്ത് നിന്നും അധ്യയനം ചെയ്യപ്പെട്ടതാണ് എന്ന് ബോധിച്ചാൽ, ഇപ്രകാരം ബോധിച്ചാൽ പുരുഷന്, ജീവന്, സ്ത്രീയോടുള്ള ആ മമത വിട്ടൊഴിയും, അമുത്ര പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും അകലും. പരോക്ഷമായി അധ്യാത്മതത്വങ്ങളെ പ്രതിപാദിക്കുന്ന ഈ ആഖ്യാനം അത്യത്ഭുതകരമാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്നും ഇത് അധ്യയനം ചെയ്തതാണ്. സ്ത്രീകളാൽ പുരുഷന്മാർക്ക്, ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും അത്യാസക്തി നിമിത്തം ഉണ്ടാകുന്ന ക്ലേശം എപ്രകാരം ഇതിൽ നിന്നും ധരിക്കാം. പരലോകഗതി എന്തെന്ന് മനസ്സിലാക്കാം. പരാശര മഹർഷിയാണ് ആ മൈത്രേയൻ്റെ ഗുരുനാഥൻ എന്ന് ആ വിഷ്ണു പുരാണത്തിൽ പറയുന്നു. മൈത്രേയൻ്റെ ഗുരുനാഥൻ പരാശര മഹർഷിയാണ്. അപ്പോൾ ഇവിടെ പരോക്ഷമായിട്ട് ആത്മതത്വം പ്രകാശിപ്പിക്കുന്നതും അത്യത്ഭുതകരവുമായിരിക്കുന്ന ഈ പ്രകരണം മുൻപ് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ആ ക്ഷേത്രജ്ഞന് ആ ബുദ്ധി സംഘത്താലുണ്ടാകുന്ന അഹങ്കാരം തുടങ്ങിയ അനർത്ഥവും പരലോക ഭോഗത്തെ സംബന്ധിച്ച സംശയവും പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഗുരുമുഖത്തിൽ നിന്നും സന്ദേഹമില്ലാതെ വിധം ശ്രവിച്ചതും അത്ഭുതകരവുമായിരിക്കുന്ന ഈ ആത്മതത്വ ശാസ്ത്രം പ്രകരണം അങ്ങയോട് പറഞ്ഞു. സ്ത്രീ സംഘം നിമിത്തം പുരുഷന് എങ്ങനെ കഷ്ടം നേരിടുന്നുവെന്നും പരലോകത്തിൽ പുണ്യഭാവഫലം ഏതുവിധം ജീവൻ അനുഭവിക്കുന്നു എന്നുമുള്ള ആ സംഗതിയെക്കുറിച്ച് ഉണ്ടാകുന്ന സകല സംശയവും ഇപ്രകാരം ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിലെ ഹേ വിതുര മയേദം അധ്യാത്മപാരോക്ഷ്യം എന്നാൽ ഇപ്രകാരം പറയപ്പെട്ട ആഖ്യാനം ചെയ്ത ആ പരോക്ഷമായിരിക്കുന്ന ആധ്യാത്മിക തത്വം, ഇതിനെ അതിനെ പ്രാപിച്ചാൽ ഏവം പുനരമുത്ര കർമ്മഫലഭോഗ, ഇനി ആ കർമ്മഫലങ്ങളിൽ ഭോഗങ്ങളിൽ പെടാതെ കഥമിതി സംശയ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആ സംശയങ്ങളൊക്കെ തീർന്ന് ചേർന്ന് ഈ ഛിന്നമായിട്ട് ഭഗവാനിൽ എത്തിച്ചേരണു. ഹേ വിതുര മയേദം അധ്യാത്മപാരോക്ഷ്യം പ്രാപ്തം, പരോക്ഷമായി പറഞ്ഞിരിക്കുന്ന അധ്യാത്മവിദ്യയെ ഞാൻ പ്രാപിച്ചു. ഏവം ഇപ്രകാരം പുനരമുത്ര, ഇനി വീണ്ടും ആ കർമ്മഫലഭോഗ കഥം ഇതി, കർമ്മഫലഭോഗം എന്താണ് എന്നുള്ളതായിരിക്കുന്ന സംശയം ഛിന്ന ഇവിടെ ഇല്ലാതെയായിത്തീർന്നു.
ഹേ വിദുര മയേതമധ്യാത്മപാരോക്ഷ്യം പ്രാപ്തം ഏവം പുനരമുത്ര കർമ്മഫലഭോഗ കഥമിതി സംശയ ഛിന്ന പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ചതുർത്ഥസ്കന്ധേ വിദുരമൈത്രേയ സംവാദേ പ്രാചീനബർഹിർനാരദ സംവാദോ നാമ ഏകോനത്രിംശോധ്യായ 85 ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള ഏറ്റവും വലിയതായിരിക്കുന്ന അധ്യായം ഇവിടെ സമാപിക്കണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ സംഗ്രഹം, അതുപോലെ അതിൻ്റെ ആശയങ്ങൾ എന്നിവ പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവരും സമർപ്പണം വേണം. അടുത്ത ദിവസം എല്ലാവരും ഇത് ശ്രദ്ധയോട് കൂടിയിട്ട് തെറ്റുകൂടാതെ ഭാഗവത സമർപ്പണത്തിൽ വായിച്ചിടുക. ഹരേ കൃഷ്ണ.